അഞ്ജന. ഞാനിപ്പോൾ കേരള വാട്ടർ അതോറിറ്റി നാട്ടിക പ്രൊജക്ട് ഡിവിഷൻ ഓഫീസിൽ 3rd ഗ്രേഡ് ഓവർസിയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ 2018 ഹോളിമാതയിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. ആദ്യം സൺഡേ ബാച്ചായിട്ടായിരുന്നു. ആ സമയത്തൊന്നും എക്സാമുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സൺഡേ ബാച്ച് ആയതുകൊണ്ടും അത്രയധികം നന്നായി പഠിക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. പോകുന്ന ക്ലാസ്സുകളിൽ കേൾക്കും, നോട്ട്സ് എഴുതും, അത് വായിച്ചു നോക്കും. അത്ര ഗംഭീരമായിട്ട് പഠനമൊന്നും മുമ്പോട്ട് കൊണ്ടുവരുന്നില്ല കേട്ടോ. പിന്നെ 2019 നമുക്ക് 2019 അവസാനത്തോടെ എടുത്തപ്പോഴത്തേക്കും ഒരു PWD 3rd ഗ്രേഡിൻ്റെ എക്സാം വിളിച്ചിരുന്നു. അതിന് ഒരുപാട് വേക്കൻസി ഉള്ളൊരു എക്സാം ആയിരുന്നു. അതേപോലെ AE ബാച്ചിൻ്റെ എക്സാം, PWD AE LSTD AEയുടെ എക്സാം വിളിച്ചിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സാറ് ഒരു ക്രാഷ് കോഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവനിങ് ബാച്ച്, അതായത് വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരു ക്ലാസ് വേണം, അല്ലെങ്കിൽ അവരുടെ അവസരം നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി സാർ 5 മണി തൊട്ട് 8 മണി വരെ, വൈകുന്നേരം 5 മണി തൊട്ട് രാത്രി 8 മണി വരെ ചാലക്കുടി സെൻറ്ററിൽ ഈവനിങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനന്നും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ആ സമയത്ത് കോളേജിന് ശേഷം ബസ്സിൽ നമ്മൾ ചാലക്കുടിയിൽ പോയി ഈവനിങ് ബാച്ച് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 മാസത്തോളം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈവനിങ് ബാച്ച് പോകുന്നതിനും ഒരു പ്രചോദനം എന്ന് പറയുന്നത് മുന്നേ സൺഡേ ബാച്ചിലെ സാറിൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ള ഒരു ഉണർവ് തന്നെയാണ്. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പ്രചോദനം തന്നെയാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പോയി അങ്ങനെ, അതായത് ഹോളിമാതയായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് എനിക്ക് അന്ന് മുതലേ ഉണ്ടായിരുന്നു. എന്ന് ഞാൻ എൻ്റെ കൂടെ നിലനിർത്തി പോന്നിരുന്ന ഒരു കാര്യമായിരുന്നു. അതിനുശേഷം PWD AE ആ ഒരു ഇതിലൊന്നും അത്ര ഗംഭീരമായിട്ട് പഠിച്ചെഴുതാനൊന്നും എന്നെക്കൊണ്ട് സാധിച്ചില്ല. പിന്നെ 2020 ആ ഒരു സമയമായപ്പോഴത്തേക്കും ഞാൻ ക്യാരിയിങ് ആയിരുന്നു, സെക്കൻഡ് ക്യാരിയിങ് ആയിരുന്നു. ആ സമയത്ത് എനിക്ക് കുറച്ചൊരു ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, എനിക്ക് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നൊരു അവസ്ഥ വന്നു. അപ്പോൾ എന്താ ചെയ്യുക? എനിക്കപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത്, അതായത് ഒരു ജനുവരി ആകുമ്പോഴത്തേക്കും ഒരുപാട് എക്സാമുകൾ വരുന്നുമുണ്ട്. സാർ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ സാറ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചാലും ഇല്ലെങ്കിലും ഹോളിമാതയുടെ ഗ്രൂപ്പിൽ വരുന്ന ഓരോരോ മെസ്സേജസും നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. സാർ എല്ലാ ദിവസവും രാവിലെ വോയിസ് മെസ്സേജ് ഇടുന്ന, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ്, അത്രത്തോളം നിങ്ങൾ പഠിക്കണം, നിങ്ങൾ പഠനത്തിൽ നിന്ന് പിന്മാറരുത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന മെസ്സേജസ് എപ്പോഴും സാർ ഇടാറുണ്ട്. അത് വായിക്കുമ്പോൾ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നമ്മളത് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് പഠിച്ചുകൂടാ? ഈ സമയം എന്തായാലും ഞാൻ വെറുതെ ഇരിക്കുകയാണ്, എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ക്യാരിയിങ് ആണ്, ബെഡ് റെസ്റ്റ് ആണ്, അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിലേക്ക് എന്തുകൊണ്ട് എനിക്കത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൂടാ, പഠിച്ചുകൂടാ എന്ന് തോന്നി. പിന്നെ ഒരുപാട് ഇപ്പോൾ നമ്മൾ മുന്നേ വർക്ക് ചെയ്ത സാഹചര്യങ്ങളിലാണെങ്കിൽ ഒരുപാട് ദുരനുഭവങ്ങളും ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു വാശി ഉണ്ടാക്കും. എന്തിന് മറ്റൊരാളുടെ കാല് പിടിക്കാതെ സ്വന്തം അധ്വാനിച്ച് ഒരു ജോലിയിലെത്തി നാട്ടുകാർ അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ നിവർന്ന് നിൽക്കണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു 2020 നവംബർ മുതലാണ് ഞാൻ നന്നായി പഠിച്ചു തുടങ്ങിയത്. അതായത് ഓരോന്നും ഞാൻ ഇരുത്തി പഠിച്ചു തുടങ്ങിയത്, ഓരോ സബ്ജക്റ്റും ഇരുത്തി പഠിച്ചു തുടങ്ങിയത് 2020 നവംബർ മുതലാണ്. അതിനുശേഷം വന്നിരുന്ന എക്സാം എന്ന് പറയുന്നത് ജനുവരിയിലായിരുന്നു, തൊട്ടടുത്ത 2021 ജനുവരിയിൽ KLDCയുടെ 3rd ഗ്രേഡ് ഓവർസിയറിൻ്റെ എക്സാം ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം നന്നായി ഇരുന്ന് പഠിച്ചിട്ട് ആദ്യമായി എഴുതിയ എക്സാമാണ്. ആ എക്സാമിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വരാൻ കഴിഞ്ഞു. നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന കണ്ടീഷനിൽ തന്നെ നമുക്ക് പഠിക്കാൻ ഒരുപാട് നെഗറ്റീവ് സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് നമ്മുടെ നമ്മളുടെ ജീവിത സാഹചര്യവും സാറിൻ്റെ ഒരു ഉപദേശങ്ങളിൽ നിന്ന് കിട്ടുന്ന എനർജിയും കൂടി കത്തിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ നിന്നാണ് നമുക്ക് ആ ഒരു ഫോഴ്സ് കിട്ടുന്നത്, പഠിക്കാനുള്ള ഒരു ഫോഴ്സ് കിട്ടിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് 2021 ഏപ്രിൽ 3 എൻ്റെ ഡെലിവറി ആയിരുന്നു. അതുവരെ ഞാൻ കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കാറ് തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു
കംപ്ലീറ്റ് മെച്വേർഡായിട്ടുള്ളൊരു പ്രഗ്നൻസി സ്റ്റേറ്റിൽ നമുക്ക് എത്രത്തോളം പഠിക്കാൻ കഴിയും എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും ചിന്തിക്കാവുന്നതും ആണ്. പിന്നെ നമ്മുടെ വീട്ടിലും അത്ര അധികം നല്ല ഒരു സാഹചര്യമായിരുന്നില്ല. പഠിക്കാനായിട്ടാണെങ്കിലും നല്ലൊരു സാഹചര്യം ആയിരുന്നില്ല. ആ സാഹചര്യത്തിനുള്ളിലും പഠിക്കാൻ പറ്റിയിരുന്നു. ഏപ്രിൽ 3 എൻ്റെ ഡെലിവറി ആയിരുന്നു. അതിനുശേഷം ജൂലൈ 27, 31 ആയിട്ടാണ് PWD LSTD സെക്കൻഡ് ഗ്രേഡ് എക്സാം, കേരള വാട്ടർ അതോറിറ്റിയുടെ 3rd ഗ്രേഡിൻ്റെ എക്സാം, അതേപോലെ സെക്കൻഡ് ഗ്രേഡിൻ്റെ എക്സാം, അങ്ങനെ ഒരുപാട് എക്സാംസ്, ഒരുപാട് വേക്കൻസീസ് ഉള്ള ഒരുപാട് എക്സാംസ് വന്നത്. അതായത് ഡെലിവറിക്ക് ശേഷമാണ്. ഡെലിവറിക്ക് മുന്നേ ഞാൻ നന്നായിട്ടിരുന്ന് പഠിച്ചിരുന്നു. ഡെലിവറിക്ക് ശേഷം അത്രത്തോളം പഠിക്കാൻ പറ്റിയിരുന്നില്ലെങ്കിലും ഇങ്ങനെ ഓരോ സമയത്ത് നമുക്ക് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും സാറിനെ ഞാൻ ഒരുപാട് വിളിച്ചിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് സാറിനെ. സാർ ഇങ്ങനെ പഠിക്കാൻ കഴിയുന്നില്ല, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട്. കാരണം മാനസികമായിട്ട് നമുക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. എന്താ ഞാൻ ചെയ്യണേ, എനിക്ക് ആകെയുള്ളൊരു ഹോപ്പാണെന്നുള്ള രീതിയിൽ സാറിനോട് സംസാരിച്ചിട്ടുണ്ട്. അന്ന് എനിക്കറിയില്ല, ഏതെങ്കിലും ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ മേൽനോട്ടം വഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആരൊക്കെ ഇത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് അറിയില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കഴിവാണ്. പിന്നെ അന്ന് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റേത് മാത്രമല്ല, നമ്മളെ പഠിക്കുന്ന ഓരോരുത്തരുടെയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും വൈകുന്നേരം 7 മണി തൊട്ട് 9 മണി വരെ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. ആ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു. അതേപോലെ അതിൻ്റെ നോട്ട്സ് എല്ലാം കറക്റ്റായിട്ട് എഴുതി. എന്നെക്കൊണ്ട് പറ്റില്ലെങ്കിലും ഞാൻ കറക്റ്റായിട്ടിരുന്ന് എഴുതി. ആ സമയത്തൊക്കെ കറക്റ്റ് രാവിലെ 4 മണിക്ക് എണീറ്റ് രാത്രി 11 മണി വരെ കറക്റ്റ് ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുന്നതിനും കുളിക്കുന്നതിനും, മൂത്തൊരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് ചോറ് കൊടുക്കുന്നതിനും ഭക്ഷണം കൊടുക്കുന്നതിനും അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിനും, പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും 2 കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുന്നതിനും അതിൻ്റെ ഇടയിൽ പഠിക്കുന്നതിനും ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. ഈ ജൂലൈ 31 വരെയുള്ള എക്സാം എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അതിൽ നമുക്ക് ഇരുന്ന് പഠിക്കാനൊന്നും പറ്റത്തില്ല. ചില സമയത്ത് ഒരു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെഡ് റെസ്റ്റ് എടുക്കണം എന്നൊക്കെയാണല്ലോ പറയുക. ആ സമയത്തൊന്നും അങ്ങനെ കിടക്കാനൊന്നും മനസ്സ് സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സാറിൻ്റെ ക്ലാസ് എപ്പോഴും നമ്മൾ ഹെഡ്ഫോൺ വെച്ച് വോയിസ് നോട്ട് റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കാറുണ്ട്. അതല്ലാതെ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഡെലിവറിക്ക് മുന്നേ എൻ്റെ കൂടെ ഇരുന്ന IC ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡെലിവറിക്ക് ശേഷമാണെങ്കിൽ കീർത്തനയുടെ നേതൃത്വത്തിലൊരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഞാനതിലേക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഈ കുട്ടി തന്നെ നമ്മളെ വിളിച്ച് ഇങ്ങനെ പഠിക്കാൻ വരുന്നുണ്ടോ, പഠിച്ചാൽ കിട്ടും, തളർന്നു പോകല്ലേ എന്നുള്ള ഒരു രീതിയിൽ സാറ് പറയും പോലെ തന്നെ അവരും അതുപോലെ സപ്പോർട്ട് ചെയ്ത് എന്താ പറയുക, ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവർ ചെയ്യുന്ന വോയിസ് നോട്ട്സൊക്കെ അയച്ചു തരിക, റെക്കോർഡ് ചെയ്യുന്നതൊക്കെ അയച്ചു തരിക, അതൊക്കെ കേട്ടിട്ടുണ്ട്. ബെഡിൽ കിടക്കുമ്പോഴും കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോഴും ഒരു കയ്യിൽ കുഞ്ഞിനെ എടുത്ത് വെച്ച് പാൽ കൊടുത്തിരുന്ന നോട്ട്സ് എഴുതി പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ആ സമയത്ത് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഒരു ഇതുപോലും നഷ്ടപ്പെടുത്താതെ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. പിന്നെ എന്താ പറയുക, സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് നിലനിൽക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മളുടെ ആവശ്യകതയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് എത്രത്തോളം ആവശ്യമാണോ, ഒരു ജോലിയാണെങ്കിൽ ഒരു ജോലി, അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് എത്രത്തോളം അതിനോട് ആവശ്യമുണ്ട്, നമ്മൾ അതിനോട് എത്രത്തോളം പ്രതിബദ്ധരാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുക, അല്ലേ? അപ്പോൾ എൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു ആ സമയത്ത്. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടുക അല്ലെങ്കിൽ നേടിയെടുക്കുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ഇങ്ങനെ ഈ സമയത്ത് ഞാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കിട്ടില്ല എന്നുള്ളൊരു തോന്നലും കൂടെ വന്നു തുടങ്ങിയപ്പോൾ അത്ര നന്നായി ശ്രമിച്ചതാണ്. എന്നിട്ട് ഞാൻ PWD സെക്കൻഡ് ഗ്രേഡിൻ്റെ മെയിൻ ലിസ്റ്റിലുണ്ട്. അതേപോലെ LSTD സെക്കൻഡ് ഗ്രേഡ്, കേരള വാട്ടർ അതോറിറ്റിയുടെ 3rd ഗ്രേഡിൻ്റെ ലിസ്റ്റ്. പിന്നെ അതിനുശേഷം നമുക്ക് ഹെൽത്ത് വൈസ് ഭയങ്കര പ്രതികൂല സാഹചര്യങ്ങളൊക്കെ, ന്യൂമോണിയ പോലെയുള്ള പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വന്നിരുന്നു. ആ സമയത്തൊക്കെ എന്താ പറയുക,
നമുക്ക് അത്രയധികം നന്നായിട്ട് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും ഫസ്റ്റ് ഗ്രേഡിൻ്റെ എക്സാംസ് ഡിസംബർ 12-ാം തീയതി എന്ന് തോന്നുന്നു 2021 ഡിസംബർ 12-ന് എഴുതിയ ഫസ്റ്റ് ഗ്രേഡിൻ്റെ എക്സാമിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലായിപ്പോയി. നല്ല എളുപ്പമുള്ള എക്സാമായിരുന്നു. അത് മെയിൻ ലിസ്റ്റിൽ എത്തിപ്പെടാൻ പറ്റാത്തതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം നമ്മളന്ന് അത്രയധികം പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഓരോ തവണ ഡൗൺ ആവുന്ന അവസ്ഥ വന്നാലും അപ്പം തന്നെ ഞാനൊരു മടിയും കൂടാണ്ട് അയ്യോ സാറെന്ത് വിചാരിക്കും, അന്നൊക്കെ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു അങ്ങനെ, സാറെന്ത് വിചാരിക്കും, സാറിനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അതൊന്നും നമ്മളുടെ ആവശ്യമാണ്. നമുക്ക് സാറ് പറയും നിങ്ങളുടെ ആവശ്യമാണ്, ജോലി നേടിയെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾക്കേ അറിയുള്ളൂ നിങ്ങൾക്ക് ഈ ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സാഹചര്യം എത്രത്തോളം വിലപ്പെട്ടതാണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അതിന് ഞാനാണ് അല്ലെങ്കിൽ എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്നെ ബുദ്ധിമുട്ടിച്ചോളണം. അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് സാറ്. കാരണം അങ്ങനെ ബുദ്ധിമുട്ടിക്കുക, നമ്മളതിന് വിളിക്കുന്നതിൽ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കാതിരിക്കുകയോ മെസ്സേജിന് റിപ്ലൈ തരാതിരിക്കുകയോ ചെയ്യില്ല. എപ്പോഴും സാറിൻ്റെ ചാറ്റ് ബോക്സിൻ്റെ അകത്ത് ഒരു നീണ്ട ഇത് തന്നെയുണ്ട്. അത്രത്തോളം മെസ്സേജസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. എന്നാലും എല്ലാ കോളിനും റിപ്ലൈ കൊടുക്കും, അതേപോലെ മെസ്സേജസിന് റിപ്ലൈ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാറാണ്. ആരെയും ആശ്വസിപ്പിക്കാൻ മടി കാണിക്കാറില്ല. എന്ത് സാഹചര്യം ഇപ്പോൾ നമ്മൾ മടി മൂലമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നല്ല ചീത്ത വിളിക്കാനും, അല്ലാതെയുള്ള ദുർഘട സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കരകയറ്റാനും സാറിന് പ്രത്യേകമായിട്ടുള്ളൊരു കഴിവുണ്ട്. അങ്ങനെ അതിൽ നിന്നെല്ലാം മോട്ടിവേറ്റഡ് ആയി കയറി പോകുന്ന ഒരാളാണ്. എന്നിട്ട് പോലും അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ കൊടുക്കാവുന്നതിൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റി എന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ ഇടയിലും ഒരുപാട് മടികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇങ്ങനെയുള്ള ലിസ്റ്റുകളിൽ വരാൻ പറ്റി. ഇങ്ങനെ ഇപ്പോൾ നല്ലൊരു ജോലി നേടാൻ കഴിഞ്ഞു. സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളോടാണെങ്കിലും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് സുരക്ഷിതമായ കൈകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ് ഓരോ കാര്യങ്ങൾ പറയുന്നതും സാറിൻ്റെ അനുഭവത്തിൽ നിന്നാണ്. ഇന്നതുപോലെ ചെയ്താൽ ഇന്ന റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് സാറിൻ്റെ അനുഭവത്തിൽ നിന്നാണ് സാറ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഹോളിമാതയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഹോളിമാതയിൽ അത്രയധികം നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഓരോരുത്തരും, നല്ല നല്ല റാങ്കുകളിൽ എത്തപ്പെട്ടിട്ടുള്ള ഓരോരുത്തരും ഒരുപാട് നെഗറ്റീവ് സ്പേസസിൽ നിന്ന്, നെഗറ്റീവ് സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുള്ളവർക്കാണ്. അതായത് പഠിക്കാനായിട്ടൊരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ഇല്ലാത്ത, എന്നാൽ അതിൻ്റെ ഇടയിൽ പഠിച്ചിട്ടുള്ള, ഈ ദുർഘടങ്ങളിൽ പഠിച്ച് കയറി വന്നിട്ടുള്ള ആളുകളാണ് ഏറ്റവും നല്ല റാങ്കിൽ നമ്മുടെ ഹോളിമാതയിൽ എത്തിപ്പെട്ടിട്ടുള്ളത്. കാരണം അവർക്കാണ് അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാവുള്ളൂ എന്ന് പറയും സാറ്. നമുക്ക് പഠിക്കാൻ സമയമില്ലേ, ജോലി ചെയ്യാനുണ്ടോ ജോലി ചെയ്തോ, കുട്ടികളെ നോക്കാനുണ്ടോ ചെയ്തോ, വീട്ടിലെ ജോലികൾ ചെയ്യാനുണ്ടോ അത് ചെയ്തോ, അതൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും പഠിക്കാൻ പറ്റുവാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ കിട്ടുന്ന സമയത്ത് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നോ അത് വൃത്തിയായി പഠിക്കുക, അത് എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. റിവിഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മളുടെ പഠനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടും, തീർച്ചയായിട്ടും കിട്ടും എന്നാണ് പറയണത്. ഇപ്പം നമ്മൾ വിചാരിക്കും എത്ര വേക്കൻസി അല്ലേ ഉള്ളൂ, നമുക്ക് കിട്ടില്ലായിരിക്കും, ഇത്രത്തോളം ആൾക്കാർ പഠിക്കുന്നതാണ്, ഇതിൻ്റെ ഇടയിൽ നിന്നൊന്നും നമുക്ക് കിട്ടില്ലായിരിക്കും എന്നുള്ള ചിന്ത വിചാരിച്ചാലും നീ പഠിച്ചോ നിനക്ക് കിട്ടും എന്ന് സാറിൻ്റെ ഒരു വാക്ക് കേട്ടാൽ നമുക്കറിയാം നമുക്ക് കിട്ടും, നമ്മൾ പഠിക്കണം, നമുക്ക് കിട്ടും എന്നുള്ളൊരു ബോധം വരും എന്നുള്ളതാണ്. അങ്ങനെ ദൈവാനുഗ്രഹിച്ച് എനിക്കും ഒരു ജോലി കിട്ടി. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് കടപ്പാടുണ്ട്. എൻ്റെ കുടുംബം രക്ഷപ്പെടുത്താൻ എനിക്കൊരു നാഴികക്കല്ലായിട്ട് സാറ് മാറി, സ്ഥാപനം മാറി. അതിൻ്റെ കൂടെ എല്ലാ ടീച്ചേഴ്സിൻ്റെ കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. അവിടെ പഠിപ്പിക്കുന്ന എല്ലാവരും അത്രയും സാറിനെ പോലെ തന്നെ സാറിൻ്റെ അതേ ആറ്റിറ്റ്യൂഡോട് കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടീച്ചേഴ്സാണ്. അത്രയധികം ഹൈഫൈ ക്ലാസ്സസ് ഒന്നും അല്ലെങ്കിൽ പോലും എടുക്കുന്ന ക്ലാസ്സസ് വളരെ ആത്മാർത്ഥതയുള്ളത് ആയതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ ഭയങ്കരധികം ഒരു പ്രചോദനം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളെല്ലാവരും സാറ് പറയുന്നത് പോലെ ശ്രദ്ധിച്ച് എഫേർട്ട് എടുത്ത് പഠിക്കുക. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നമ്മുടെ കൂടെ പഠിച്ചവർ ഒരുപാട് പ്രയത്നിച്ചിട്ടും റിസൾട്ട് കിട്ടിയവരും കിട്ടാത്തവരും ഉണ്ട്. അവർക്ക് കിട്ടാതെ വരുന്നപ്പോൾ നിരാശപ്പെടാതെ വീണ്ടും തുടർന്ന് പഠിച്ച് നല്ലൊരു ജോലിയിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. നമുക്കിപ്പോൾ കിട്ടിയില്ലെങ്കിൽ അത് നമുക്ക് ഉള്ളതല്ല, അതിലും നല്ലൊരു ജോലി പിന്നീട് കാത്തിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.
നന്നായി പഠിച്ച് നല്ലൊരു ജോലിയിൽ എത്തിപ്പെടാൻ സാധിക്കട്ടെ. നമ്മുടെ ഹോളിമാത ഇനി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി.